ചാറ്റിന്റെ സ്ക്രീൻഷോട്ട് എടുക്കുന്ന ശീലമുണ്ടോ? അതോ അങ്ങനെ ഒരാളെ അറിയാമോ? അങ്ങനെയെങ്കിൽ ഉറപ്പായും 5 കാര്യങ്ങൾ അറിഞ്ഞേക്കണം കേട്ടോ. നമ്പർ 1 എന്ന് പറയുന്നത് അതൊരു ഇമോഷണൽ സെക്യൂരിറ്റി ആണ്. അതായത് ഈ ഒരു മൊമെന്റിന് വീണ്ടും അവർക്കൊരു സെക്യൂർ ഫീല് വേണം എന്നൊക്കെ തോന്നുന്ന സമയത്ത് റീവിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ നമ്മൾ സംസാരിച്ചിരുന്നു, ഇങ്ങനെയൊക്കെ സ്നേഹം പങ്കുവച്ചിരുന്നു, ഇങ്ങനെ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരുന്നു, അങ്ങനെ എന്തിന്റെയൊക്കെ ഓർമ്മപ്പെടുത്തൽ. നമ്പർ 2 എന്ന് പറയുന്നത് അതൊരു പ്രൂഫായിട്ടും കൂടിയാണ് ഉപകരിക്കുന്നത്. എന്തെങ്കിലും ഭാവിയിൽ റോങ് ആയിട്ട് പോയാലോ, അതിപ്പോ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ മാത്രമല്ല, ഒരു ഫിനാൻഷ്യൽ ട്രാൻസാക്ഷന്റെ ഒക്കെ കാര്യത്തിലാണെങ്കിലും ചിലരൊക്കെ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാറുണ്ട് അല്ലെ? അങ്ങനെ ഒരുപാട് സാഹചര്യങ്ങളിൽ അത് ആവശ്യമായിട്ട് വരാറുണ്ട്. മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് അതൊരു വാലിഡേഷൻ ആണ്. നമുക്കൊരു മെസ്സേജ് ഒക്കെ വന്നു കഴിഞ്ഞാൽ വാട്ട് ഡസ് ദിസ് മീൻ എന്ന് ഫ്രണ്ട്സിനോടോ ഫാമിലിയോടോ ChatGPT-യോടോ ഒക്കെ ചോദിക്കാനുള്ള ഒരു ആവശ്യകത. നാലാമത്തേത് ലാക്ക് ഓഫ് ട്രസ്റ്റ് ആണ് അത് കാണിക്കുന്നത്. സ്ഥിരമായി അങ്ങനെ എടുക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവർക്ക് ആരും വിശ്വാസം ഇല്ലാത്തതുകൊണ്ടാണ് അവരങ്ങനെ ചെയ്യുന്നത്. നമ്പർ 5 എന്ന് പറയുന്നത് നിർദോഷകരമായിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. അതൊരു ഡിജിറ്റൽ ഡയറി കീപ്പിംഗ് ആണ്. അതായത് ഇങ്ങനെയൊക്കെ നമ്മൾ സംസാരിച്ചിരുന്നു, മനോഹരമായിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മൊമെന്റ്സ് ആയിരുന്നു എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെയാണ് അവരത് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. പലപ്പോഴും നമ്മുടെ സെഷൻസിനൊക്കെ ഇടയിൽ ഇത് അന്ന് ഞങ്ങൾ സംസാരിച്ചപ്പോൾ കണ്ട ചാറ്റാണ്, അങ്ങനെയൊക്കെ പലരും കാണിക്കാറുണ്ട്. അപ്പൊ ഞാൻ ചിന്തിച്ചിരുന്നു, എന്തുകൊണ്ട് ഒരുപാട് സ്നേഹത്തോടു കൂടി ഇരിക്കുന്ന സമയത്ത് പോലും ചാറ്റ് ഇവര് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുന്നത്? വഴക്കൊന്നും തുടങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ ആ സമയത്തുനിന്ന്. അങ്ങനെയുള്ള യാത്രയിലാണ് ഇങ്ങനെയുള്ള റീസൺസ് ഒക്കെ കണ്ടുപിടിക്കുന്നത് കേട്ടോ. അപ്പോ ഇതിലും വ്യത്യസ്തമായി മറ്റെന്തെങ്കിലും കാരണങ്ങൾ ചിലർക്ക് പറയാനും ഉണ്ടാകും. യു ഡിസേർവ് എ പോസിറ്റീവ് ലൈഫ്. ലെറ്റ്സ് ട്രാൻസ്പെയർ ടു ഇൻസ്പയർ.